പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു. ശബരിമലയിൽ തിരക്ക് കുറയുന്നു. വ്യാഴാഴ്ച സന്നിധാനത്തെത്തിയത് 59,053 അയ്യപ്പ ഭക്തർ. 19 ദിവസം കൊണ്ട് ദർശനം നടത്തിയത് 16 ലക്ഷത്തിനടുത്ത് ഭക്തരാണ്. പ്രതികൂല കാലാവസ്ഥയാണ് ഭക്തരുടെ തിരക്ക് കുറയുവാൻ കാരണമായത്. ശബരിമലയിൽ മണ്ഡല മകരമാസ സീസൺ 19 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ആകെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 16 ലക്ഷത്തോടെ അടുക്കുകയാണ്. വ്യാഴാഴ്ച സന്നിധാനത്തെത്തിയത് 59,053 അയ്യപ്പ ഭക്തരാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ 19ാം ദിവസമായ ഡിസംബർ 4 വ്യാഴാഴ്ച 12 മുതൽ 7 മണി വരെ സന്നിധാനത്തിൽ എത്തിയവരുടെ കണക്കാണിത്. അയ്യപ്പ ഭക്തരുടെ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവായിരുന്നു. ഈ സീസണിൽ 1 ലക്ഷം വരെ ഭക്തർ ഒറ്റ ദിവസം മല കയറി സന്നിധാനത്തെത്തിയിരുന്നു. 70,000 വെർച്വൽ ക്യൂവിലും 5,000 സ്പോർട്സ് ബുക്കിംഗിലുമായിട്ടാണ് ഭക്തർക്ക് ദർശനം അനുവദിക്കുക. സന്നിധാനത്തെ തിരക്കിന്റെ തോതനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് ആവശ്യമെങ്കിൽ ഉയർത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ 70,000-നും 90,000-നും ഇടയിലാണ് ഭക്തർ മല ചവിട്ടിയത്. എന്നാൽ തൃക്കാർത്തികയായിരുന്നിട്ട് കൂടി ഇന്നലെ തിരക്ക് കുറഞ്ഞു. കാലാവസ്ഥ പ്രതികൂലമായതായിരിക്കാം തിരക്ക് കുറയാൻ ഇടയാക്കിയത്. വരുന്ന ഭക്തർക്കെല്ലാം ദർശനം ഉറപ്പുവരുത്തുന്നുണ്ട്. തിരക്കില്ലാതെ അയ്യന്റെ ദർശന പുണ്യം നേടാനുള്ള സൗകര്യമാണ് ശബരിമല സന്നിധാനത്തിൽ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ശബരിമല. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു.